ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു IT കമ്പനി ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു ശമ്പളവും ഇതേ ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ ജോലി ഹൈദരാബാദിലോ ഡൽഹി ജോലി അതിന്റെ 4 തന്നെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഇവർ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്സോഴ്സിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നവർ. ഞാൻ ഈ പറയുന്ന കോൾ സെന്റേഴ്സിന്റെ കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ലൈഫിന്റെ ഒരു ഡെസ്റ്റിനേഷനാണ് അമേരിക്ക. അപ്പൊ ആ ഒരു സംഭവം ഇല്ലാതായി ഡിസപ്പോയിന്റഡ് ആവും. ഇത് ഈ പറയുന്നത് ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് 1.5 മാസത്തിനുള്ളിലുള്ള പ്രശ്നമാണ്. ഇന്ത്യയിലുള്ള പണത്തിന്റെ വരവ് കുറഞ്ഞു. ഉറപ്പായിട്ടും അത് ഇന്ത്യൻ ബാങ്കുകളെ ബാധിക്കും. എല്ലാവരും EMI എടുത്ത് മറ്റുള്ള സംഭവങ്ങൾക്ക് 3% ഇന്ത്യയുടെ GDPയുടെ, അതായത് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഈ ഫോറിനിൽ നിന്ന് വരുന്ന പണമാണ്. അത് ബാധിച്ചു. അത് ഞാൻ പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ട്രംപും മോദിയും തമ്മിലുള്ള ഇഷ്യൂവില് എവിടെയൊക്കെയാണ് സാധാരണക്കാരനെ ബാധിക്കാൻ തുടങ്ങിയത്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ.